അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 92-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളോവേ നിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിൻ്റെ ദയയെയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത്. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത് അനുഗ്രഹവും സമാധാനം ലഭിക്കുവാനിട വരുത്തുന്നതുമാണ്. എത്രമാത്രം സമാധാനമില്ലാത്ത വ്യക്തിയാണെങ്കിലും യേശുവെ എനിക്ക് സമാധാനം തന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ഇനി യേശുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും യേശു സൗഖ്യവും സമാധാനവും നൽകി കൊടുക്കും. അനേകം ആളുകൾക്ക് ഇന്നും അപ്രകാരം നന്മകൾ ലഭിക്കുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാവുകയില്ല. ദൈവത്തെ സ്തുതിക്കുന്നത് എപ്രകാരമാണ് നല്ലതാകുന്നത്? നമുക്കിതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. യഹോശഫത്ത് എന്ന യഹൂദ രാജാവിനെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ആസ എന്നാണ്. ആസ രാജാവായിരുന്നു. താൻ മരിച്ചപ്പോൾ അവൻ്റെ മകനായ യഹോശഫാത്ത് രാജാവായി. 2 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ യഹോശഫാത്ത് രാജാവായി അധികാരമേറ്റപ്പോൾ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്തുവെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോശഫാത്ത് തൻ്റെ പിതാവായ ദാവീദിൻ്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രയേലിൻ്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവ അവന് രാജ്യത്വം ഉറപ്പിച്ചു കൊടുത്തു. എല്ലാ യഹൂദയും യഹോശാഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു. അവന് ധനവും മാനവും വളരെ ഉണ്ടായി. അവൻ്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും യഹൂദയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശിപ്പാനായിട്ട് ലേവ്യരെയും പുരോഹിതന്മാരെയും അയച്ചു. അവർ യഹൂദായിൽ ഉപദേശിച്ചു. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം, അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന എന്നീ പുസ്തകങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവർ യഹൂദ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ചു, ജനത്തെ ഉപദേശിച്ചു. യഹോവയിൽ നിന്നൊരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളിൽ മേലും വീണിരുന്നത് കൊണ്ട് അവർ യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്തില്ല. യഹോശാഫാത്ത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തതിനാൽ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് കാരണം യഹോശാഫാത്ത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. അതിൻ്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോട് കൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ദൈവത്തെ അനുസരിച്ചാലും പ്രതിസന്ധികളും ശത്രുക്കളും നമ്മെ ഞെരുക്കുവാനായി കടന്നു വന്നേക്കാം. എന്നാൽ യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ വിജയം നമുക്ക് ഉറപ്പാണ്. പ്രതിസന്ധി വന്നപ്പോൾ യഹോശാഫാത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞത്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്ക് ഉണ്ടല്ലോ. ഇസ്രയേൽ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടപ്പോൾ അവർ അമ്മോന്യരെയും മോവാബിരെയും സെയീർ പർവ്വതക്കാരെയും ആക്രമിപ്പാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ. അവരെ നശിപ്പിക്കാതെ അവർ വിട്ടുമാറി. ഇപ്പോൾ ഇതാ, നീ ഞങ്ങൾക്ക് കൈവശം തന്ന നിൻ്റെ അവകാശത്തിൽ നിന്നും ഞങ്ങളെ നീക്കിക്കളയുവാൻ അവർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല. എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ആ സമയം സെഖര്യാവിൻ്റെ മകൻ യഹസിയേലിന്മേൽ യഹോവയുടെ ആത്മാവ് വന്ന് പറഞ്ഞതെന്നാൽ, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ.
ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ യെഹോശാഫാത്ത് വിശുദ്ധാലങ്കാരം ധരിച്ചു സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ ശത്രുക്കൾ തോറ്റുപോയി. അമ്മോന്യരും മോവാബ്യരും സെയീർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സെയീർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. യഹൂദർ ചെന്ന് നോക്കുമ്പോൾ ശത്രുക്കളെല്ലാം ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ഇവിടെ നമുക്കുള്ള സന്ദേശം എന്തെന്നാൽ യഹോശാഫാത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ എപ്പോഴും എൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഇവിടെ ഇതാ യഹോശാഫാത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചതിനാൽ അവനെയും ദൈവം ഏകനായി വിട്ടില്ല. യേശു പിതാവിനെ പ്രസാദിപ്പിച്ചത് എപ്രകാരമായിരുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നാം ദൈവവചനം അനുസരിച്ചാൽ അഥവാ ബൈബിൾ വായിച്ച് അതിൽ എഴുതിയിരിക്കുന്നത് പോലെ നാം ജീവിച്ചാൽ നിശ്ചയമായും യേശു ആരാണെന്ന് അവൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിലും, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുമെന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നാം പാപം ചെയ്യാതെ ജീവിക്കുമ്പോൾ യേശു നമ്മുടെ പ്രതികൂലങ്ങൾ നീക്കിത്തരും. യഹോശാഫാത്തിന് 3 ശത്രു രാജ്യങ്ങളായിരുന്നു എതിർത്തത്. നമുക്ക് ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രതികൂലങ്ങളായിരിക്കും വരുന്നത്. എന്ത് തന്നെയായാലും നാം വിശ്വസ്തയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. യഹോശാഫാത്തിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നീക്കിക്കളയേണ്ടുന്ന സകല അശുദ്ധ സ്വഭാവങ്ങളും നീക്കി കളഞ്ഞ് എനിക്ക് യുദ്ധം ചെയ്യുവാൻ കഴിവില്ല കർത്താവേ എന്ന് യേശുവിനോട് പറയുകയും യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കുവാൻ തീരുമാനം എടുക്കുകയും ചെയ്യുമെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് യേശു പരിഹാരം തരികയും നാം അവൻ്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കും തക്കവണ്ണം അവനെ സ്തുതിക്കുകയും ചെയ്യും. തന്നെയുമല്ല, യേശു നമ്മെ ഗന്ധകങ്കത്തുന്ന തീ പൊയ്കയിൽ നിന്ന് രക്ഷിക്കുകയും ദൈവമക്കൾ എന്ന പദവി തന്ന് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുകയും ചെയ്യും. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനെ പ്രസാദിപ്പിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ യഹോശാഫാത്ത് നേരിട്ട പോലെ ഏതെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിപ്പാനും അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. ഞങ്ങൾ യവനക്കാർത്തികളും കുഞ്ഞുങ്ങളും ദുഷ്ടൻ്റെ കെണിയിൽപ്പെടുവാൻ ഇടവരാതെ അങ്ങ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.